ഹലോ, വെൽക്കം ടു മൈ ചാനൽ ഹോം മെയ്ഡ്. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷന് വേണ്ടി ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യണേ. ഹലോ, ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട എഗ് ബിരിയാണി വളരെ പെട്ടെന്ന് എങ്ങനെ പ്രഷർ കുക്കറിൽ ഉണ്ടാക്കിയെടുക്കാം നമുക്ക് നോക്കാം. അത് കുട്ടികൾക്കൊക്കെ ലഞ്ചിന് കൊടുത്തു വിടാനായിട്ട് വളരെ എളുപ്പമാണ് രാവിലെ ഉണ്ടാക്കാനായിട്ട്. പ്രഷർ കുക്കറിലാകുമ്പം വലിയ കഷ്ടപ്പാടൊന്നുമില്ല, പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാം. ബാച്ചിലേഴ്സിന് ഹെൽപ്ഫുള്ളാകും. അതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാവുന്ന പ്രഷർ കുക്കർ എഗ് ബിരിയാണി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് മുട്ട ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. ഞാനൊരു 8 മുട്ടയാണ് പുഴുങ്ങിയത് എടുത്തിരിക്കുന്നത്. ഞാൻ കുക്കറിൽ തന്നെയാണ് പുഴുങ്ങിയെടുക്കാറുള്ളത്, അതാകുമ്പോൾ എളുപ്പമാണ്. ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, ഒരു 3/4 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കുക, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. ഇതെല്ലാം കൂടെ ഒരല്പം വെള്ളം ഒഴിച്ച് നന്നായി മുട്ടയിലേക്ക് തേച്ച് പിടിപ്പിക്കുക. കുറച്ച് വെള്ളം മതി, ഒരല്പം മുട്ടയിലൊന്ന് പിടിക്കാൻ വേണ്ടി മാത്രം. വേണമെങ്കിൽ നിങ്ങൾക്ക് ഓയിലോ ഒലിവ് ഓയിലോ എന്തെങ്കിലും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. നന്നായിട്ടൊന്ന് മുട്ടയിലെല്ലാം തേച്ച് പിടിപ്പിച്ച് ഒരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് കുക്കർ ചൂടാക്കാൻ വെക്കാം. അതിനകത്തേക്ക് സവോളയും അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്ത് കോരാൻ മാത്രം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണയിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർത്തിട്ടുണ്ട്, ആ നെയ്യുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം. സൺഫ്ലവർ ഓയിലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. ഇനി അതിനകത്തേക്ക് നമുക്ക് കാഷ്യൂ നട്ട്സ് ഇട്ട് കൊടുക്കുക. ആദ്യം നട്ട്സ് വറുത്ത് കോരി മാറ്റുക. ഇനി നമുക്ക് കിസ്മിസ് വറുത്തെടുക്കാം. ഞാൻ അണ്ടിപ്പരിപ്പും കിസ്മിസും 50 ഗ്രാം വീതമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നമുക്കൊന്ന് വറുത്ത് കോരി മാറ്റാം. ഇപ്പോൾ കിസ്മിസ് നന്നായിട്ട് വീർത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് കോരി മാറ്റി വയ്ക്കാം. ഇനി അതിനകത്തേക്ക് 2 സവോള കനം കുറച്ചരിഞ്ഞത് നമുക്ക് വറുത്തെടുക്കാം. സവോള ഇതുപോലെ വാടി വരുന്നവരെ ഹൈ ഫ്ലെയിമിൽ ഇടുക. അത് കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റാം, അല്ലെങ്കിൽ കരിഞ്ഞു പോവും. ഇപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി മാറ്റാം. ആ എണ്ണയിലേക്ക് തന്നെ നമ്മൾ പുരട്ടി വെച്ചിരിക്കുന്ന മുട്ട ഒന്ന് വറുത്തെടുക്കാം. ഒത്തിരി അങ്ങ് മൂപ്പിച്ചൊന്നും വറുക്കേണ്ട കാര്യമില്ല. നമ്മൾ ചെറുതായിട്ട് അതിൻ്റെ മുട്ടയുടെ പുറം വെള്ള ഭാഗം ഒന്ന് റോസ്റ്റ് ചെയ്തെടുത്താൽ മതി. അതല്ലാതെ നമ്മൾ വെറുതെ പുഴുങ്ങിയ മുട്ട ചേർത്ത് കഴിഞ്ഞാൽ ഇത്രയും ടേസ്റ്റ് വരില്ല മുട്ട കഴിക്കാനായിട്ട്. ഒന്നും പിടിക്കാത്ത പോലെ നമുക്ക് തോന്നും. അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് ആ മുട്ട കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ അതിൽ പിടിക്കാതെയുള്ള ആ മുളകെല്ലാം അതിൻ്റെ മുകളിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. അതെല്ലാം എണ്ണയിലേക്ക് വന്നോളും. നമ്മൾ ഈ എണ്ണയിൽ തന്നെയാണ് മസാലയൊക്കെ ഇനി റെഡിയാക്കി എടുക്കാൻ പോകുന്നത്. അതുകൊണ്ട് അതിൽ പിടിക്കാതെയുള്ള ഉപ്പും മുളകും എല്ലാം ആ എണ്ണയിൽ വരും. എല്ലാം അതിനകത്തേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിനുള്ളത് മുട്ടയുടെ പുറത്ത് പിടിക്കുകയും ചെയ്യും. ബാക്കിയുള്ളത് ആ എണ്ണയിലുണ്ടാവും. ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ ഒരു സൈഡ് മാത്രം മൂത്ത് പോവും. അതുകൊണ്ട് ചെറുതായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ മുട്ട പൊടിഞ്ഞു പോകാതെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. മീഡിയം ഫ്ലെയിമിലിട്ട് ചെയ്യാൻ വേണം. അപ്പോൾ ഒത്തിരി അങ്ങ് മൂത്ത് പോകത്തുമില്ല. ഹൈ ഫ്ലെയിമിലിട്ട് കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് പൊട്ടിത്തെറിക്കും, എണ്ണ പൊട്ടിത്തെറിക്കുന്ന പോലെ നമുക്ക് തോന്നും. അതുകൊണ്ട് മീഡിയം ഫ്ലെയിമിൽ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുക.
അപ്പോൾ മുട്ട മൂത്തിട്ടുണ്ട്, നമുക്ക് കോരി മാറ്റാം. ഒത്തിരി അങ്ങ് ഫ്രൈ ചെയ്യേണ്ട കാര്യമില്ല. ഒത്തിരി ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ റബ്ബർ പോലെ ഇരിക്കും അതിൻ്റെ പുറം. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് കോരി മാറ്റാം. ഇനി ആ എണ്ണയിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിനകത്തേക്ക് നമുക്ക് മസാലകൾ ഓരോന്നായിട്ട് ചേർക്കാം. 2 തക്കോലം ചേർത്തിട്ടുണ്ട്, 5 ഏലക്ക, 2 ചെറിയ കഷ്ണം കറുവാപ്പട്ട, 1 ടീസ്പൂണോളം ഗ്രാമ്പു, ഒരു 5-8 എണ്ണം കാണും, 8-10 എണ്ണം വരെ ആകാം. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ടത് 1 ടീസ്പൂൺ കുരുമുളക്. പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് 2 ബേ ലീഫ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം കൂടെ ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഈ മസാല ചെറുതായിട്ടൊന്ന് ചൂടാക്കുക. മസാല ചൂടായി വരുമ്പോൾ ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ അരച്ചത്. പിന്നെ 2 പച്ചമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് അതിനകത്തേക്ക് 2 സവോള അരിഞ്ഞത് ചേർത്ത് വഴറ്റിയെടുക്കാം. സവോളയൊക്കെ വാടി വരുമ്പോഴേക്കും നമുക്ക് ഇതിനകത്തേക്ക് 2 തക്കാളി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. അല്പം കനം കുറച്ചരിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിക്കിട്ടും, നന്നായിട്ട് വെന്ത് ഉടഞ്ഞു കിട്ടും. അപ്പോൾ നന്നായിട്ട് പഴുത്തത് തന്നെ എടുക്കുന്നതാണ് നല്ലത്. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ കാശ്മീരി ചില്ലി പൗഡറാണ് കേട്ടോ ഉപയോഗിച്ചിരിക്കുന്നത്. എരിവ് കൂടുതൽ ഉള്ള മുളകാണെന്നുണ്ടെങ്കിൽ ഇത്രയും ചേർക്കണമെന്നില്ല, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ 1 ടീസ്പൂണോളം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം. മല്ലിപ്പൊടി കൂടിപ്പോകരുത്, മല്ലിപ്പൊടി കൂടിപ്പോയാൽ അതിൻ്റെ ടേസ്റ്റ് അത്ര സുഖമാവില്ല. അപ്പോൾ 1 ടീസ്പൂൺ അടുത്ത് അത്രയും കഷ്ടി ചേർത്താൽ മതിയാവും മല്ലിപ്പൊടി. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുക. ആ പൊടികളൊന്ന് മൂത്ത് വരുമ്പോഴേക്കും വേണമെന്നുണ്ടെങ്കിൽ മാത്രം 1/2 ടീസ്പൂൺ ബിരിയാണി മസാല പൗഡർ ചേർത്ത് കൊടുക്കുക. ബിരിയാണി മസാല എന്ന് പറഞ്ഞ് വാങ്ങിക്കാൻ കിട്ടും. അത് നിർബന്ധമൊന്നുമില്ല, അത് ചേർത്തില്ലെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല. എങ്കിലും അത് ചേർത്താൽ ഒരു ചെറിയ നല്ല ഫ്ലേവർ ഉണ്ടാവും. അതുകൊണ്ട് 1/2 ടീസ്പൂൺ ബിരിയാണി മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് 1 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. നല്ല കട്ടി തൈര് നോക്കി 1 കപ്പ് ചേർത്ത് കൊടുക്കുക. തൈരും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇതൊരല്പനേരം തിളപ്പിക്കണം. കുറച്ച് നേരം തിളപ്പിക്കണം. അപ്പോഴേക്കും എണ്ണ തെളിഞ്ഞു വരും. അപ്പോഴേക്കും നമ്മുടെ തക്കാളി സവോള എല്ലാം നന്നായിട്ട് വെന്തുടഞ്ഞ് എണ്ണ തെളിഞ്ഞ് കിട്ടും. അതുവരെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ച് കൊടുക്കുക, ഇളക്കിയും കൊടുക്കണം. അപ്പോൾ ഇത് നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു പരുവാകുന്നവരെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് അതിനകത്തേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ട ചേർത്ത് കൊടുക്കാം. മുട്ടയെല്ലാം ചേർത്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് അരി ചേർത്ത് കൊടുക്കാം. ഞാൻ ബാസ്മതി റൈസ് 4 കപ്പാണ് എടുത്തിരിക്കുന്നത്. 4 കപ്പ് റൈസ് ഒരു അരമണിക്കൂറോളം വെള്ളത്തിൽ കുതിർത്തിട്ട് നന്നായിട്ട് കഴുകി അതിൻ്റെ സ്റ്റാർച്ച് മുഴുവൻ കളഞ്ഞതിന് ശേഷം വെള്ളം കളഞ്ഞെടുത്തതാണിത്. ഇതുപോലെ അധികം വെള്ളം ഇല്ലാതെ എടുക്കുന്നതാണ് നല്ലത്. അരമണിക്കൂർ കുതിർത്ത അരിയാണ്. അപ്പം അത് നമുക്ക് ഇതിൻ്റെ മുകളിലേക്ക്
ഇതുപോലെ നിരത്തി കൊടുക്കാം. അരി ചേർത്തതിന് ശേഷം നമുക്ക് ഇതിനകത്തേക്ക് നല്ല വെട്ടിത്തിളയ്ക്കുന്ന വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവെന്ന് പറയുന്നത് 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം വെച്ചിട്ടാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അപ്പം 4 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 1.25 കപ്പ് വെള്ളം വെച്ചിട്ട് 4 കപ്പ് അരിക്ക് 5 കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട്. നല്ല തിളയ്ക്കുന്ന വെള്ളമായിരിക്കണം ചേർക്കുന്നത്, തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അതിനുശേഷം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒത്തിരി അങ്ങ് കുത്തി ഇളക്കരുത്, എങ്കിലും അടിയിലുള്ള മസാലയെല്ലാം ഒന്ന് ഇതിനകത്തേക്ക് മിക്സായി വരുന്നത് നന്നായിരിക്കും. അത് നമ്മൾ ഇളക്കാതെ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അടിക്ക് പിടിക്കും. അതുകൊണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം അതിനകത്തേക്ക് ഒരല്പം നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. അരമുറി നാരങ്ങ ചേർത്ത് കൊടുക്കുക. അരമുറി വേണമെന്നില്ല, ചെറിയ നാരങ്ങയാണെങ്കിൽ അരമുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുക. അതാകുമ്പോൾ റൈസ് ഒട്ടും ഒട്ടിപ്പിടിക്കാതെ നല്ല വിട്ട് കിട്ടും. അതിന് വേണ്ടിയാണ് നാരങ്ങ നീര് ചേർക്കുന്നത്. പിന്നെ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. വെള്ളം ഒന്ന് ടേസ്റ്റ് ചെയ്താൽ അറിയാം, ഉപ്പിൻ്റെ അളവ് ഇച്ചിരി മുന്നിട്ട് നിൽക്കണം. ആ രീതിയിൽ വേണം ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നാൽ മാത്രമേ ചോറിന് ആവശ്യത്തിനുള്ള ഉപ്പ് പിടിക്കുകയുള്ളൂ. അപ്പോൾ ഉപ്പും കൂടെ ചേർത്തതിന് ശേഷം ഒന്ന് പതുക്കെ ഇളക്കി കൊടുക്കുക. അതിനുശേഷം അതിൻ്റെ മുകളിലേക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും വെള്ളം നന്നായിട്ട് തിളച്ച് തുടങ്ങും. നമ്മൾ തിളച്ച വെള്ളമാണ് ചേർത്തിരിക്കുന്നത്, അപ്പോൾ പെട്ടെന്ന് അത് തിളയ്ക്കാൻ തുടങ്ങും. അതിനുശേഷം നമുക്ക് കുക്കർ മൂടിക്കൊടുക്കാം. വെയിറ്റ് ഇട്ട് മൂടുക. ഒറ്റ വിസിൽ കേൾക്കുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യണം. ഉടൻ തന്നെ ഓഫ് ചെയ്യണം. കൂടുതൽ കുക്ക് ചെയ്യരുത്. വിസിൽ കേൾക്കാൻ തുടങ്ങുമ്പോഴേ അങ്ങ് ഓഫ് ചെയ്യുക. അതിനുശേഷം ആവി പോയി കഴിയുമ്പോൾ നമുക്ക് തുറക്കാം. ഇപ്പോൾ കുക്കറിലെ സ്റ്റീമൊക്കെ നന്നായിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. ഇനി എന്തെങ്കിലും ഫോർക്കോ സ്പൂണോ എന്തെങ്കിലും വെച്ച് പതുക്കെ ഒന്ന് സൈഡിൽ നിന്ന് എടുത്ത് നോക്കുക, പാകത്തിന് വെന്തിട്ടുണ്ടോ എന്നൊക്കെ നോക്കാം. ചൂടോടെ കുത്തി ഇളക്കരുത്, കാരണം അത് പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഒരല്പം ചൂട് കുറഞ്ഞ് വരുമ്പോൾ ഇളക്കി നോക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഇതേ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. ചോറെല്ലാം ഒന്നൊന്നേ തൊടാതെ നല്ല വിട്ട് കിട്ടിയിട്ടുണ്ട്. അത് നമ്മൾ നാരങ്ങ നീരൊക്കെ ചേർത്തുകൊണ്ടാണ് അങ്ങനെ നല്ല വിട്ട് കിട്ടുന്ന റൈസ് നമുക്ക് കിട്ടുന്നത്. നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുമ്പോൾ ഒത്തിരി കൂടി പോകരുത്, കാരണം നമ്മൾ തൈരൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് ഒത്തിരി നാരങ്ങ നീര് ചേർത്ത് കഴിഞ്ഞാൽ പുളിപ്പുണ്ടാവും. ചെറിയൊരു നാരങ്ങയുടെ പകുതി നീര് മാത്രം ചേർത്താൽ മതി. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാവുന്നതാണ്. ഉടഞ്ഞു പോകാതെ പതുക്കെ നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പാകത്തിന് വേവായിട്ടുള്ള നല്ല ഒട്ടും കുഴയാത്ത നല്ല എഗ് ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അതിലെ മസാലയൊക്കെ ഒന്ന് മിക്സ് എടുക്കുമ്പോൾ സൈഡിലൊക്കെ വന്ന് നിൽക്കുന്നുണ്ട്. അതൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാൻ ശ്രദ്ധിക്കുക. എല്ലാവർക്കും പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ് എഗ് ബിരിയാണി. ഇതിൻ്റെ മേലേക്ക് നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവോളയും കാഷ്യൂ നട്ട്സും റൈസിൻസും കുറച്ച് മല്ലിയിലയൊക്കെ ചേർത്ത് ഗാർണിഷ് ചെയ്ത് ചൂടോടെ ഉപയോഗിക്കുക. അതിനോടൊപ്പം കഴിക്കാൻ പറ്റുന്ന ഓണിയൻ റൈത്തയുടെ റെസിപ്പി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ രണ്ടും കൂടെ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് വിവരം അറിയിക്കുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്